നമുക്കൊരൊറ്റ ആവശ്യമുള്ളൂ, ഒന്നുകിൽ പട്ടാളം വരിക, അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സന്നദ്ധരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നൽകാനുള്ള ടീംസ് ഉണ്ട്. അവരൊക്കെ റെഡിയാണ്. അതിനുള്ളൊരു പെർമിഷൻ അവിടുത്തെ സർക്കാരിൽ നിന്നും ലഭിക്കുക. ഇതിലേതെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടണം. എത്രയും പെട്ടെന്ന് അർജുനെ എടുക്കുക. അത് അവന് കണ്ടു കിട്ടുന്നവരെ ഇനി റെസ്ക്യൂ നിർത്തിവെക്കാൻ പാടില്ല. അവിടെ പോയ ആളുകൾക്ക് ഉപദ്രവമേൽക്കുന്ന സാഹചര്യം ഉണ്ട്. അതിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാൾ ഇപ്പം സ്വന്തം റിസ്കിൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളീനെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവർ തടഞ്ഞു വെക്കുന്നത്. ആൾക്ക് എന്ത് ലൈസൻസാണ് ഉള്ളത്, ഇതിനുള്ള അപ്പം ആ ഒരു ടോക്കിൻ്റെ ഇടയിലാണ് അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരുടെ ഒരു ആളെ മർദ്ദിക്കുന്നത്, നമ്മുടെ ഒരു ഉടമേനെ മർദ്ദിക്കുന്നത്. അവർക്കിപ്പം ഭയങ്കര പേടിയുണ്ട്. അവിടെ എന്തൊക്കെയോ അവരുടെ ഡിലേ ഇപ്പം പബ്ലിക് അറിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ദേഷ്യം കൂടി അവർക്ക് ഇപ്പോൾ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട്, അവർ സേഫ് ആണോന്നൊന്നും നമുക്കറിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരെയും സപ്പോർട്ടോടു കൂടി നമുക്ക് കിട്ടണം. അതെപ്പോഴോ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നീക്കി വെച്ച് നമ്മൾ PM-ന് മെയിൽ അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ CM-ന് മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ ഒരു ആർമിയുടെ ആവശ്യം പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. പ്രതികരണം ഇപ്പോൾ നമ്മുടെ മോഹന മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം CM-ൻ്റെ മെയിലൊക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെയുള്ള ആളുകൾ അപ്പം അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഉത്തര കന്നഡയിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം 2 പേരെ അവിടേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ ഇൻഫോർമേഷൻ തരുന്നുണ്ട്. അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നത്. കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യമില്ല. ഇപ്പം എല്ലാ ഇമ്പാക്റ്റും അവിടെ വന്നിട്ടും കൂടിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ആൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ SP പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന്. പക്ഷെ അവരുടെ അടുത്ത് ഇത്രയും സഹായ സഹകരണങ്ങളുള്ളൂ. ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് നമുക്കറിയില്ല. അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കട്ടെ, അടുത്ത ഓപ്ഷൻ നോക്കണ്ടേ. പറഞ്ഞത് ഇനി 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. 1-2 ദിവസം കൂടെ അയാൾക്ക് ഒരു ഇതുമില്ല, ഒരു ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ളൊരു സംസാരമാണ്. 1-2 ദിവസം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഓക്കെ അവനെ കിട്ടുമോ ഇല്ലയോ അത് നമുക്കറിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾക്കും വരാൻ പാടില്ല. നമ്മളൊരു സിസ്റ്റം ഉണ്ട്, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്, നമ്മൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇത്രയും മാസീവ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ. ഇത്ര ദിവസമായി 5 ദിവസമായിട്ടും അതിനൊരു ഇപ്പോഴും അവിടെ ഇനിയും കിട്ടാനുണ്ട്. അത് മിലിറ്ററിൻ്റെ ആവശ്യമല്ല, അതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയത്. മിലിറ്ററിൻ്റെ ആവശ്യം ഒന്നും ഇവിടെ തോന്നുന്നില്ല എന്ന്. ഈ 5 ദിവസമായിട്ട് അപ്പം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല? മാൻ മിസ്സിംഗ് അന്ന് തന്നെ അവിടെ റിപ്പോർട്ടായതാണ്. അവരിപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അവർ അറിഞ്ഞിട്ടില്ല, നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മൾ അന്നത്തെ രാത്രി തന്നെ അവനെ കിട്ടാതെ ആയ സമയത്ത് തന്നെ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു, അർജുൻ അല്ലേ, അർജുൻ്റെ മിസ്സിങ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഓണേഴ്സ് അവരെ GPS-ൻ്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് അവർ ഒരു മിസ്സിങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫോട്ടോ ചോദിച്ച് രാത്രി ഫോട്ടോയും അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. അന്ന് രാത്രി തന്നെ സെയിം ഇൻസിഡൻറ്റ് നടന്ന സെയിം നൈറ്റ് നമ്മൾ ഇതൊക്കെ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്.
പിറ്റേ ദിവസം ഹസ്ബൻഡ് അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം അവിടെ പോയിട്ട് 2 തവണ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ രാത്രിയാണ് അവർ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം അത്രയും വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. നമുക്ക് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. പിന്നെ ഇത്രയും വലിയൊരു ഇതാണ് സംഭവിച്ചത്. അതിൻ്റെ അടിയിൽ ഇത്രയും ട്രക്ക് ഉണ്ട്, നാഷണൽ ഹൈവേ ആണ്, അതിൻ്റെ അടിയിൽ അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാർ പറഞ്ഞിട്ട് വേണം അവിടുത്തെ സിസ്റ്റം അറിയാൻ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അറിയാൻ നമ്മൾ പറഞ്ഞിട്ട് വേണം അറിയാൻ. ആ ഒരു രാവിലെ 8:45 അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട്, അവരെയൊന്നും വേണ്ടേ? നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോഴേക്കും ഒരു ദിവസം വൈകി, അതായത് നമ്മൾ ഉച്ചയ്ക്കൊന്നും അറിഞ്ഞില്ല, വൈകിട്ടാണ് നമ്മളെ മകൻ ചിലപ്പോൾ അതിൽ അകപ്പെട്ടിട്ടുണ്ടാവാന്നുള്ളൊരു ധാരണ വരുന്നത്. അതിന് മുന്നേ ഓരോരുത്തർ പറഞ്ഞു അവൻ അതിലെ പോയിട്ടുണ്ട്, കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ രാത്രി വരെ ഇരുന്നത്. രാത്രി ആയപ്പം പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ് ആ ഒരു രജിസ്ട്രേഷൻ അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പം നമ്മൾക്ക് പിന്നെ കയ്യിൽ നിന്ന് പോയി, അപ്പം തന്നെ പോയി. പക്ഷെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട്, ഇപ്പം കിട്ടും. ആദ്യത്തെ 1-2 ദിവസം എൻ്റെ ഹസ്ബൻഡും 2 അനിയന്മാരും അവിടെ ഉണ്ട്. അവരുടെ കൂടെ ലോറി ഓണറും വേറൊരു ഡ്രൈവറും ഉണ്ട്. ഇവരൊരു 4-5 പേരും, റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഒരു 10 പേരും. ഈ ഒരു 10-15 പേരല്ലാതെ ഇത്രയും ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് അധികം അവർ അയച്ചിരുന്ന വീഡിയോസിലൊന്നും ചില സമയത്ത് ആളുകളെ അല്ല. അപ്പം നമുക്ക് അവരുടെ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവരെ വിശ്വസിച്ച് പോയി. 1-2 ദിവസം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൊരു വിശ്വാസം. പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടാവരുത്, മറ്റു വഴിക്ക് കൂടെ അവൻ രക്ഷപ്പെടണേ എന്നുള്ള ലാസ്റ്റ് പോസിബിലിറ്റിയാണ്. നമ്മൾ കാട്ട് കയറാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ അവിടെ കുറച്ചുകൂടി നീക്കാനുള്ളൂ എന്ന് അവിടെയുള്ള അതോറിറ്റീസ് അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. കുറച്ചും കൂടി നീക്കാണ്ട്, ഇനി ഇച്ചിരി മീറ്ററും കൂടിയേ ഉള്ളൂ. അവരങ്ങോട്ട് കയറ്റുന്നുമില്ല, ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വിടുന്നുമില്ല. അവരെപ്പോഴും ആ വണ്ടിയിൽ ഇരുന്നിട്ട് അവരൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ കടന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അവർ റൂട്ട് മാറ്റി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. 5 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ആരും കാത്തു നിൽക്കാനില്ല. ഒരാളെ മിസ്സിങ് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ട്രക്കുകളും വണ്ടികളും അതിൽ ബോഡികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പുറത്തു വരണം. ഈ കേന്ദ്രമന്ത്രി ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല MP യോട് വന്നിരുന്നു. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു, സാർ സുരേഷ് ഗോപി സാറ് വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത്, അത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു നേവി ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ സാറ് അവരേതായാലും പോയി നോക്കട്ടെ, അവിടെ എന്തിൻ്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, അർജുന് കിട്ടുന്നവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ടെങ്കിലും ഞങ്ങളെ കൂടെ വേണം.